Yes, welcome back to RKNX. സോ പ്ലസ് ടു കാരെ സംബന്ധിച്ച് ഒരുപാട് എക്സാമുകൾ വരാൻ പോവാണല്ലേ? യെസ്, ഏറ്റവും വിഷമകരമായ ദിവസങ്ങളിലേക്ക് നിങ്ങൾ കടക്കുകയാണല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മക്കളെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഓരോ വർഷവും പ്ലസ് ടുവിന്റെ വിജയ ശതമാനത്തെ കുറിച്ചാണല്ലേ. അതായത് നിങ്ങൾ ഒരിക്കലും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ലേ, നിങ്ങൾ ജസ്റ്റ് വിജിലന്റ് ആയിട്ട് നമ്മൾ പ്ലസ് ടു കാരോടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ നിങ്ങളെ പ്രഷറൈസ് ചെയ്യല്ല, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണ്. അത്രയും ഇതോടെ പഠിക്കണം എന്ന് പറഞ്ഞു. അതെ, നിങ്ങളെ ഓർമ്മിപ്പിക്കല്ല, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് നിങ്ങൾ എങ്ങോട്ട് പോകണം, ഏത് കോഴ്സ് എടുക്കണം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഒരിക്കലും പ്രഷറൈസ് ചെയ്യല്ല, മെല്ലെ മെല്ലെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ മക്കളെ നോക്കുക, ഓരോ വർഷവും നമ്മൾ എടുത്ത 2022 87% വിജയ ശതമാനം ഉണ്ടായിരുന്നു പ്ലസ് ടുന്. അടുത്ത വർഷം അത് 82 ആയിട്ട് കുറഞ്ഞു, 24 അത് 78 ആയിട്ട് കുറഞ്ഞു, കഴിഞ്ഞ വർഷം അത് 77% ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഓരോ വർഷവും ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ വിജയ ശതമാനം കുറഞ്ഞു. അതിൽ എസ്പെഷ്യലി കഴിഞ്ഞ വർഷം കെമിസ്ട്രിയിൽ ഭയങ്കര മാർക്ക് കുറഞ്ഞു, ഭയങ്കര ടഫ് ആയിരുന്നു കെമിസ്ട്രി എക്സാം അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ അധികം കാര്യങ്ങൾ എക്സാമുകളെ കുറിച്ചുണ്ടാവും, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാനുണ്ട്. അതിൽ നിങ്ങളുടെ ടൈം ടേബിൾ പറഞ്ഞു തരാനുണ്ട്, പാറ്റേണിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം പറഞ്ഞു തരാനുണ്ട്. ഇതിലെല്ലാം ഉപരി ഇനി എത്ര ദിവസങ്ങളാണ് പഠിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത്. അതായത് വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് അതിലെ ഒരു പാറ്റേൺ എങ്ങനെ പഠിച്ച് ഏത് രീതിയിൽ ഏതൊക്കെ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം, വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഡേയ്സിനെ പറ്റി വ്യക്തമായ ഐഡിയ റെഡി അല്ലേ? അപ്പോ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഒക്കെ ടൈം ടേബിൾ ഞങ്ങൾ കാണിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ. അത് എന്തിനാണെന്ന് വെച്ചാൽ 3-ാം തീയതി മുതൽ 29-ാം തീയതി വരെ കണ്ടിന്യൂസ് എക്സാം ആണ് നടക്കാൻ പോകുന്നത്. അതിൽ ഇംപ്രൂവ്മെന്റ് എഴുതേണ്ട ആളുകൾക്ക് ഇംപ്രൂവ്മെന്റിന്റെ എക്സാം ഉണ്ട്, പ്ലസ് ടു പബ്ലിക് എക്സാം ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് എക്സാമുകൾ ഇപ്പുറത്തേക്കുണ്ടല്ലേ, മോഡൽ എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, പ്രാക്ടിക്കലിന്റെ മോഡൽ ഉണ്ട്, ക്രിസ്മസ് എക്സാം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുപാട് ദിവസങ്ങൾ എക്സാംസ് ഉണ്ട്. ഇനി നിങ്ങളുടെ അവസാന എക്സാം വരെയുള്ള ദിവസത്തിന് ഏതാണ്ട് 6 മാസം. ഇവര് വിചാരിക്കും 6 മാസം എന്ന് നിങ്ങൾ കരുതി. നിങ്ങൾക്ക് 6 മാസം ഇല്ലേ എക്സാമിന്? ശരിക്കുമുള്ള കണക്കറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. എത്ര ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നു? മാർച്ച് മാസം ഉൾപ്പെടെ ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു 180 ദിവസങ്ങളാണ് കിട്ടാൻ പോകുന്നത്. 180 days. 180 ദിവസം 180 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 180 പറഞ്ഞു. 180 ഇല്ല, ഇത് പഠിക്കാനുള്ള ദിവസങ്ങളല്ല. മക്കള് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പബ്ലിക് എക്സാം 6 എണ്ണം എഴുതേണ്ടതായിട്ടുണ്ട്, മോഡൽ എക്സാം 6 എണ്ണം 12 എക്സാം ആയി, ക്രിസ്മസ് എക്സാം 6 എണ്ണം 18 എക്സാം ആയി, പ്രാക്ടിക്കൽ 4 എണ്ണം 22 ആയി, പ്രാക്ടിക്കലിന്റെ മോഡൽ എന്ന് പറയുമ്പോൾ 22 4 26 എക്സാം ആയി. ഒരു 3 ഇംപ്രൂവ്മെന്റും കൂടി ഉണ്ടെങ്കിൽ 30 ദിവസത്തോളം നിങ്ങൾ ഇതിൽ എക്സാം എഴുതാൻ എടുക്കുന്ന ദിവസം, പഠിക്കാനല്ല. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എക്സാം ഹാളിലായിരിക്കും. അതിൽ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യുന്ന ദിവസം പിറ്റേ ദിവസവും ക്ഷീണത്തിൽ തന്നെ ആയിരിക്കും. അതായത് 180 ദിവസം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കാം. എക്സാം ഹാളിലുള്ള ദിവസം കഴിഞ്ഞാൽ ബാക്കി 180 അല്ലേ? 180 30 ദിവസം പോയി. അപ്പൊ 150 ആയിട്ട് പഠിക്കാനുള്ള 30 പോയി 150 റെഡ്യൂസ് ചെയ്തു. ആക്ച്വലി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, പ്ലസ് ടു കാരാണ്, നിങ്ങൾക്ക് ഫെയർവെൽ കാണും, ആനിവേഴ്സറി കാണും, സ്പോർട്സ് ഡേ കാണും, കലോത്സവം, സ്കൂളിന്റെ ടൂറ് കാണും. അതിന് 4 ദിവസം പോകും. അങ്ങനെ ഒരു 10-20 ദിവസം പോകും, 10 ദിവസം പോകുന്ന കരുതാം. അതിനിടയിൽ നമുക്ക് പനി വരാനും തലവേദന വരാനും അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണങ്ങളോ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാത്ത ഫംഗ്ഷൻസും അങ്ങനെയൊക്കെ കാണും. സോ ഇതിൽ നിന്ന് ഒരു 20 ദിവസം കൂടി നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സോ ഒരു 130 അല്ലെങ്കിൽ ഒരു 120 ദിവസങ്ങളാണ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കയ്യിലായിട്ട് കിട്ടുന്നത്. ഓക്കെ, 120 ദിവസം കൊണ്ട് എത്ര ചാപ്റ്റർ പഠിക്കണമെന്ന് മക്കൾ ഓർമ്മിച്ചു നോക്കി. 6 സബ്ജക്ട് ഉൾപ്പെടെ 6 സബ്ജക്ട് കൂട്ടിയാൽ എങ്ങനെ പോയാലും ഒരു 60-ലധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ 120 അല്ലെങ്കിൽ 130 ഡേയ്സിനുള്ളിൽ. അതായത് 20 ചാപ്റ്ററോളം 20-25 ചാപ്റ്ററോളം നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലാത്ത ചാപ്റ്റേഴ്സ് ഈ 120 ഡേയ്സിനുള്ളിൽ പഠിക്കാൻ. അതെ, അപ്പൊ മാക്സിമം ഒരു ചാപ്റ്ററിന് മക്കൾക്ക് മാക്സിമം അത്ര ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും മാക്സിമം ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് 2 ദിവസമാണ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ റെക്കോർഡിന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതാനായിട്ട് സമയം വേണം, അതിന്റെ വൈവ പഠിക്കാനും പ്രാക്ടിക്കൽ പഠിക്കാനും എക്സ്ട്രാ സമയം വേണം. 4 പ്രാക്ടിക്കൽ ഉണ്ട്, അത് 4 പഠിക്കാൻ എക്സ്ട്രാ സമയം വേണം. അത് കൂടാതെ ബാക്കി എക്സാമുകളുടെ കാര്യമാണ് നമ്മൾ എക്സാമിന്റെ തലേന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ആ സബ്ജക്ട് മാത്രമേ പഠിക്കാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇതിൽ പോകുന്നുണ്ട്. എന്നാൽ ഇപ്പൊ
കെമിസ്ട്രി മാത്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ആ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടുണ്ട് മക്കളെ. അപ്പോൾ വളരെ സൂക്ഷിച്ച് പഠിക്കുക. ഒരു ദിവസം 2 ദിവസമാണ് മാക്സിമം കിട്ടുന്നത്, ഒരു ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ബാക്കി എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ടാവണം എനിക്ക് കിട്ടാവുന്ന ദിവസം 2 അത് ഓർമ്മിപ്പിക്കലാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ദിവസം 2 ദിവസമേ എനിക്കൊരു ചാപ്റ്ററിനുള്ളൂ എന്നുള്ള ബോധത്തോടുകൂടി. കുറച്ച് പേടി മക്കളുടെ ഉള്ളിൽ നല്ലതാണ്. പേടി ഉണ്ടെങ്കിലേ നമ്മൾ പഠിക്കത്തുള്ളൂ. ആ ഒരു പ്രഷർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ തോന്നുള്ളൂ. അല്ലെ നമ്മൾ ലേസി ആയിട്ട് അതുമല്ല നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു അവസ്ഥയാണ്. നിങ്ങളിപ്പോ കളിച്ചു നടന്നു, പഠിച്ചില്ല, അച്ഛൻ പറയുന്നതോ സ്കൂളിൽ നിന്ന് പറയുന്നതോ ഒന്നും കേട്ടില്ല, നിങ്ങൾ കളിച്ചു നടന്നു, ഇതൊന്നും അല്ലാതെ റിസൾട്ട് വന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റും കൊണ്ട് കിട്ടാൻ പറ്റാതെ എവിടെയും കയറാൻ പറ്റാതെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ലൈഫിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് പഠിക്കാം. അത് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ എക്സാം നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമോട് കൂടി മോഡൽ എക്സാമോട് കൂടി എക്സാമിന്റെ പാറ്റേൺ വല്ലാണ്ട് ചേഞ്ച് ആയി. ഇപ്പൊ +1 ഒക്കെ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ +1കാര് മക്കളെ സ്ഥിരമായിട്ട് +1 എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഒക്കെ എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഒരു ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്ഥിരമായിട്ട് ചോദിക്കുക. ആരുടെ എക്സാമ്പിൾ ആയിരുന്നു? ക്ലോറിന്റെയും ഫ്ലൂറിന്റെയും എക്സാമ്പിൾ ആയിരുന്നു സ്ഥിരം. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തെ PYQ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ എക്സാമിന് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചത് ഓക്സിജന്റെ സൾഫറിന്റെയും കാര്യമാണ്. NCERT കൃത്യമായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ഓക്സിജനും സൾഫറും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും. അതായത് ഫ്ലൂറിനും ക്ലോറിനും കൊടുത്ത അതേ സ്ഥലത്തിന് അവർ ഓക്സിജനും സൾഫറും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഹൈലൈറ്റ് ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അത് പഠിച്ചില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് അതങ്ങ് ചോദിച്ചു. അത് NCERT ഫോളോ ചെയ്ത കുട്ടിക്ക് ഇതുപോലെ +2കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം. അതെ, കോർഡിനേഷന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ വീണ്ടും അത് പറഞ്ഞ സമയം കളയുന്നില്ല. NCERT ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ +1 വന്ന ചോദ്യങ്ങളൊക്കെ NCERTയിലെ ആ പിങ്ക് ബോക്സ് ഇല്ലേ, ആ ഒരു ബോക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിലെ ചോദ്യങ്ങളൊക്കെ ധാരാളമായിട്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. +2കാരെ സംബന്ധിച്ച് ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് സൊല്യൂഷനുള്ള എക്സാമ്പിൾ ചോദ്യങ്ങൾ. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട്. നമ്മളെ ചാനൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. NCERT ബേസ് ആയിട്ടുള്ള ലൈവുകൾ വരാൻ പോവാണ്. മക്കൾ നമ്മുടെ കൂടെ നിൽക്കാൻ. നിങ്ങൾക്ക് ലാബിനും പ്രാക്ടിക്കലിനും ഇംപ്രൂവ്മെന്റിനും അതേപോലെ പബ്ലിക് എക്സാമിനും എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക. നല്ല രീതിയിൽ ഇത്ര ദിവസമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പഠിക്കുക. അല്ലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം മാത്രമല്ല ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങുക ആ ഒരു ഉറപ്പും നമുക്ക് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.